ഹായ് ജിനു. ഒരു കാട്ടിൽ സിംഹം കുറുക്കനെ വിളിച്ച് പറയാ, എനിക്ക് ഇന്നത്തെ ഫുഡ് നീ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നുവെന്നു. അപ്പോൾ കുറുക്കൻ എന്ത് ചെയ്തു? പേടിച്ച് ഇങ്ങനെ ഫുഡ് തപ്പി ഇങ്ങനെ നടന്നപ്പം ഒരു കഴുത അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴുതയോട് പറഞ്ഞു, നിനക്ക് രാജാവ് വിളിച്ചിട്ടുണ്ട്, സിംഹം വിളിച്ചിട്ടുണ്ട്, നിന്നെ ഈ കാട്ടിലെ രാജാവാക്കാനാണെന്ന് പറഞ്ഞു. അപ്പം കഴുത വിചാരിച്ചു, ശരിയാണെന്ന് വിചാരിച്ച് കഴുത എന്ത് ചെയ്തു? സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി. സിംഹം നോക്കിയപ്പോൾ നല്ലൊരു ആഹാരം വരുന്നുണ്ട്, ഇര വരുന്നുണ്ടെന്ന് പറഞ്ഞ് സിംഹം എന്ത് ചെയ്തു? ഈ കഴുതയെ കയറി അറ്റാക്ക് ചെയ്തു. ഈ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കഴുതയുടെ 2 ചെവിയും അതിൽ നഷ്ടപ്പെട്ടു. അപ്പം ഈ കഴുത അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് തിരിച്ച് കുറുക്കൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ കൊള്ളാമല്ലോ, എന്നെ രാജാവാക്കാനാന്ന് പറഞ്ഞിട്ട് സിംഹം എൻ്റെ ചെവി കടിച്ച് പറിച്ചെന്ന് പറഞ്ഞു. അപ്പം കുറുക്കൻ പറയുന്നു, നിനക്ക് എന്നതാ, നിനക്ക് ബുദ്ധിയില്ലേ? രാജാവ് നിനക്ക് കിരീടം വെക്കുമ്പോൾ ചെവി നിനക്ക് അതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ എന്ന് വെച്ച് രാജാവ് അത് കട്ട് ചെയ്താന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഓക്കെ ശരി, എന്നാ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ കഴുത തിരിച്ച് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം കഴുത അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ സിംഹം നോക്കിയപ്പോൾ പിന്നെയും വരുന്നുണ്ട് കഴുത. അപ്പം സിംഹം പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച കൂട്ടത്തിൽ ഈ കഴുതയുടെ വാല് അതിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ കഴുത പിന്നെയും രക്ഷപ്പെട്ട് പിന്നെയും കുറുക്കൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ല, എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം അല്ലടാ, ഇതെന്ന് വെച്ചാൽ നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിൻ്റെ വാല് അതിനൊരു തടസ്സമാകരുതല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ വാല് നിൻ്റെ കട്ട് ചെയ്താന്ന് പറഞ്ഞു. മൂന്നാമതും പറഞ്ഞാൽ ശരി, എന്നാൽ അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കഴുത പിന്നെയും ഈ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം സിംഹം ഈ കഴുതയെ അറ്റാക്ക് ചെയ്ത് കൊന്നു. അപ്പോൾ ഇതിനെ കൊന്നതിന് ശേഷം സിംഹം കുറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് എനിക്ക് ഇതിൻ്റെ ബ്രെയിന്, ഹാർട്ട്, ലിവർ, അതുപോലെ കിഡ്നി, ഇതെല്ലാം എനിക്കൊരു വലിയൊരു ഇലയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഫോക്സ് ഈ ലയൺ പറയുന്ന പോലെ തന്നെ പോയി ഇതെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ട് ഈ ഡോങ്കിയുടെ, ഈ കഴുതയുടെ ബ്രെയിന് ഫോക്സ് അങ്ങ് കഴിക്കണം. ഈ കുറുക്കനങ്ങ് കഴിച്ചു. അപ്പം തിരിച്ച് കുറച്ച് ഐറ്റം കൊണ്ട് ഈ സിംഹത്തിൻ്റെ അടുത്ത് വന്നപ്പം സിംഹം ചോദിച്ചു, ഇതിൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യും? ഈ കഴുതയുടെ ബ്രെയിൻ എനിക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ഈ കുറുക്കൻ പറഞ്ഞു, ഈ കഴുതയ്ക്ക് ബ്രെയിൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതെന്താ? ബ്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴുത 3 പ്രാവശ്യം എന്തായാലും സിംഹത്തിൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നല്ലോ. ബ്രെയിനുള്ള കഴുതയായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം പറയുമ്പോൾ മനസ്സിലാക്കിയേനെ. ബ്രെയിൻ ഇല്ലാത്തതുകൊണ്ടല്ലേ സിംഹത്തിൻ്റെ അടുത്ത് ഈ 3ാമത്തെ പ്രാവശ്യം വന്ന് അവന് പെട്ടുപോയെന്ന് ചോദിച്ചു. അപ്പം സിംഹം വിചാരിച്ചു, ശരിയാണെന്നല്ലോ പറഞ്ഞത് എന്ന്. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും ഇതുപോലെ പല ഫ്രണ്ട്സും കാണും, പല ചതിക്കുഴിയിൽ നമ്മളെ കൊണ്ടുപോകുന്നതും. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, ഒരു പ്രാവശ്യം നമുക്ക് അബദ്ധം പറ്റി കഴിയുമ്പം അത് തെറ്റാണ്, അത് നെഗറ്റീവാണ്, അവിടോട്ട് പോകരുത്, ഇല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്ന് നമുക്ക് ദൈവം തന്ന ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ അകറ്റി നിർത്താനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം പലരും പല ചതിക്കുഴിയിൽ പെടാറുണ്ട് അല്ലേ? MLM, അതുപോലെ ബെറ്റിംഗ് ആപ്സ്, ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ ഡ്രഗ്സ്, ഇതുപോലെ പല ചതിക്കുഴിയിൽ പെടാറുണ്ട്. നമ്മൾ വീണ് കഴിഞ്ഞ് തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിലായി പോകുന്നവരുണ്ട്. ചതിക്കുഴി വീണിട്ടും നമ്മൾ തിരിച്ച് വന്നിട്ട് ആ കഴുതയുടെ കൂട്ട് തന്നെ നമ്മൾ പിന്നെയും ആ ചതിക്കുഴിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ പോകാതെ നമ്മൾ ചതിയാന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് മാറി നമ്മൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയി നമ്മൾ ചതിയിലോട്ട് വീഴാതെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇപ്പോൾ കഴുത 3 പ്രാവശ്യം വീണെങ്കിലും നമുക്കറിയാം പലരും ഈ ഒരു സിറ്റുവേഷനിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഇത് ചതിയാന്ന് അറിഞ്ഞു കഴിയുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. ബി ഹാപ്പി ഫോർ എവർ.